തിരുവനന്തപുരം കന്യാകുമാരി പാതയിലെ മുക്കോല ബൈപ്പാസിലുണ്ടായ അപകടത്തിലാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ ക്യാമറാമാൻ അഭിജിത്ത് ശ്രീകുമാറിന്റെ ജീവൻ പൊലിഞ്ഞത്. ബ്യൂറോയിൽ നിന്നും ജോലി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങവേ അപകടമുണ്ടാവുകയായിരുന്നു. ബൈക്ക് ടോറസ് ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. സംഭവ സ്ഥലത്ത് നിന്നും ദിലീപ് കുറ്റിച്ചൽ വിശദാംശങ്ങൾ നൽകും. ദിലീപ്, ഇന്നലെ അർദ്ധരാത്രി വരെ നമുക്കൊപ്പം വളരെ സജീവമായിരുന്നു നമ്മുടെ സഹപ്രവർത്തകൻ. എന്താണ് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത്? ഗൗതം സൂചിപ്പിച്ചത് പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സഹപ്രവർത്തകൻ്റെ ഈ ഒരു മരണവാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം പ്രയാസമുണ്ട്. പക്ഷേ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, അത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം നൈറ്റ് അവനോടൊപ്പം ഡ്യൂട്ടി ചെയ്ത വ്യക്തി എന്ന നിലയിൽ ഏകദേശം 11:30 അവൻ നമ്മോടൊപ്പം, അതായത് എഡിറ്റർ ഉണ്ടായിരുന്നു, ഡ്രൈവർ അഭിഷേക് ഉണ്ടായിരുന്നു, പിന്നീട് അഭിജിത്ത് ഉണ്ടായിരുന്നു, ക്യാമറാമാൻ. എന്നോട് പോകുന്നു ചേട്ടാ, വേറെ ഒന്നും വർക്കൊന്നുമില്ലല്ലോ, പോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കാറിലാണ് വന്നത് ഇന്നലെ. അപ്പോൾ കാറിൽ വന്നതുകൊണ്ട് അവർ ഒരുമിച്ചാണ് കാറിലാണ് തിരിച്ചു പോയത്. ഇന്നലെ രാവിലെ ജനനായകൻ്റെ സിനിമ കാണുന്നതിന് വേണ്ടി ഇവർ 3 പേരും കൂടി ഒരുമിച്ച് കാറിൽ വരികയും എഡിറ്ററായ ദീപുവിൻ്റെ വീട്ടിലാണ് അഭിജിത്ത്, ക്യാമറാമാൻ അബി എന്ന് വിളിക്കുന്ന അഭിജിത്ത്, വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. അതിനുശേഷമാണ് ദീപു വീട്ടിൽ ഇറക്കുകയും അതിനുശേഷം അഭിജിത്ത് വണ്ടിയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു, അത് കാറിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. ഉറങ്ങിയ സമയത്ത് തന്നെ ദീപു പറഞ്ഞായിരുന്നു, എടാ നീ ഉറക്കമാണെങ്കിൽ നീ ഉറങ്ങിയിട്ട് ദീപുവിൻ്റെ അമ്മയും പറഞ്ഞു, ഉറങ്ങുന്നുവെങ്കിൽ ഉറങ്ങിയിട്ട് പോയാൽ മതി, എന്തിനാ ഇത്ര അത്യാവശ്യം പോകുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇല്ല അമ്മ, ഞാൻ എന്തായാലും വീട്ടിൽ എത്തി വിളിക്കാമെന്ന് പറഞ്ഞാണ് അവൻ ഇന്നലെ രാത്രി അവൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് വന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്പോട്ടാണ് ഇന്നലെ അവൻ്റെ ബൈക്ക് ഇടിച്ച സ്ഥലം എന്ന് പറയുന്നത്. ഇത് മുക്കോലയ്ക്ക് സമീപത്താണ്. ഏകദേശം 2 മണിയോടെയാണ് എനിക്ക് മൊബൈലിൽ കോൾ വരുന്നത്. അഭിജിത്തിൻ്റെ ഫോണിൽ നിന്നാണ് കോൾ വന്നത്. അപ്പോൾ ഹലോ ചേട്ടാ, ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ് വിളിക്കുന്നത്, ഈ ചേട്ടൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു, ബൈക്ക് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികം ഞാൻ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഏകദേശം എനിക്ക് വ്യക്തമായിട്ടില്ല, കാരണം അവർ കാറിലാണ് പോയത്. അപ്പോൾ എങ്ങനെയാണ് ബൈക്ക് ആക്സിഡൻ്റ് ആയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ദീപുവിനെ വിളിച്ചായിരുന്നു. അപ്പോൾ ദീപുവാണ് പറഞ്ഞ, അളിയ ഇങ്ങനെയൊരു സംഭവം, അവൻ്റെ ബൈക്ക് എൻ്റെ വീട്ടിലായിരുന്നു, ബൈക്കിലാണോ പോയത്, എന്തായാലും ക്രോസ് ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 2:30 ആയപ്പോൾ വിളിച്ചു, ഇങ്ങനെ ഡെത്ത് കൺഫേം ആയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവരും, അതായത് എഡിറ്ററും ഞാനും ഡ്രൈവർ ഉൾപ്പെടെ എല്ലാ പേരും സ്വകാര്യ ആശുപത്രിയായ അനന്തപുരി ഹോസ്പിറ്റലിൽ എത്തുകയും അവൻ്റെ ശരീരം കാണുകയും ചെയ്തു. അതിനുശേഷം ഏറ്റവും പ്രയാസകരമായ കാര്യം എന്ന് പറയുന്നത്, അവൻ്റെ കുടുംബത്തിലെ ഭാര്യ ഉൾപ്പെടെ എല്ലാവരും ആ സമയത്ത് എത്തിയായിരുന്നു. അത് ഏകദേശം 13 വർഷം പ്രണയിച്ചതാണ്. 13 വർഷം പ്രണയിച്ചിട്ടാണ് അവർ കല്യാണം കഴിഞ്ഞത്. ഏകദേശം 4 മാസമേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയും അതോടൊപ്പം തന്നെ ഭാര്യയുടെ സഹോദരിയും വന്ന സമയത്ത് അവരുടെ ആ ഒരു അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. അവിടെ ഉണ്ടായിരുന്ന വ്യക്തി നിലയിൽ നമുക്കൊരിക്കലും അത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ അവൻ്റെ വേർപാട് സ്വാഭാവികം നമുക്ക് എല്ലാ സഹപ്രവർത്തകർക്കും ഉണ്ട്. അതിനേക്കാളും വലിയൊരു വേർപാടാണ്. ഏകദേശം 13 വർഷം പ്രണയിക്കുകയും അതിനുശേഷം സ്വന്തമാക്കി വെറും 4 മാസമാണ് ഒരുമിച്ച് ജീവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്ന് അത് നമുക്ക് ഒരിക്കലും വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നിലവിലെന്തായാലും അവൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. വൈകിട്ട് 4 മണിയോടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലാണ് ഇത് പൊതുദർശനത്തിൽ വയ്ക്കുന്നത്. ഓക്കെ.